ഫ്രണ്ട്സ്, ഇത് നമ്മള് ക്രിസ്മസ് സ്പെഷ്യലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന വിഭവം ഏഷ്യാഡ് എന്ന ഒരു വിഭവമാണ്. അപ്പൊ ഈ ഏഷ്യാഡ് എന്ന വിഭവം ഇത് ശരിക്കും ഇടുക്കിയിലുള്ള ആൾക്കാരാണ് കൂടുതലും ഉണ്ടാക്കാറുള്ളത്. അപ്പൊ ഈ നമ്മളെ കപ്പയും പോത്തും കൂടെ ആദ്യം നമ്മളെ പോത്തിന്റെ ഈ നെഞ്ചാമൂടി ഉണ്ടല്ലോ എന്ന് വെച്ചാൽ എല്ല് നമ്മൾ നന്നായിട്ട് സാധാരണ നമ്മൾ ഇറച്ചിക്കറി വെക്കുന്ന കണക്ക് നന്നായിട്ട് കറി വെക്കും. അതിനുശേഷം എന്നിട്ട് അതിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. നമ്മൾ പോത്ത് കറി ഉണ്ടാക്കുന്നതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് വളരെ ലേശം വെള്ളം കാണും. അതിനുശേഷം നമ്മൾ ഇതേപോലെ കപ്പ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേറൊരു പാത്രത്തിൽ, കുക്കറിലൊന്നും വേവിക്കരുത്, വേറൊരു പാത്രത്തിൽ കപ്പയെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് വേവിക്കണം. വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞ് പ്രത്യേകം വെച്ചിരിക്കണം. വെച്ചതിന് ശേഷം നമ്മൾ ഈ പോത്ത് ഇറച്ചി നന്നായിട്ട് കുക്ക് ചെയ്ത് ഇതേപോലെയുള്ള വലിയൊരു പാത്രത്തിലാക്കി പോത്തിറച്ചി വെക്കുക. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് തേങ്ങയും, പോത്തിറച്ചിക്കകത്ത് തേങ്ങയും പച്ചമുളകും കൂടെ ചെറുതായിട്ട് ഒന്ന് നമ്മൾ തോരൻ വെക്കാൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതൊക്കെ മിക്സിയിൽ ഒന്ന് ജസ്റ്റ് അടിച്ചിട്ട് ഈ നമ്മുടെ പോത്ത് കറി വെച്ച് അതിനകത്തോട്ട് ഒഴിക്കാം. എന്നിട്ട് അതൊന്നുകൂടെ ഒന്ന് ചൂടാക്കി അതിൻ്റെ ഒരു നമ്മൾ എടുക്കുന്ന മസാലയുടെ ഒരു ചെറിയ സ്മെല്ലുണ്ടല്ലോ അതൊന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിനകത്തോട്ട് തട്ടിയിട്ടിട്ട് ദാണ്ട ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്യുക. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പം ദാണ്ടേ നമ്മുടെ ഏഷ്യാഡ് കണ്ടോ, നമ്മുടെ ഏഷ്യാഡ് റെഡിയായി. കണ്ടില്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ന് നമ്മുടെ ക്രിസ്മസിന്റെ സ്പെഷ്യൽ ഏഷ്യാഡാണ്. നിങ്ങൾക്കും ഇത് വീട്ടിൽ പാചകം ചെയ്ത് നല്ല രുചി സമൃദ്ധമായിട്ട് കഴിക്കാൻ പറ്റും. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.